ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും മുജീബ്സ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ മുജീബ് ഗുരുവായൂർ. ഇതിപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ടും നല്ല ഇണങ്ങിയുകൊണ്ട് ഇത് കടിക്കുന്നില്ല. നല്ല എന്താ പറയുക, നല്ല ആ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഞങ്ങൾ ഈ ഡേറ്റിന്റെ കാര്യം പറഞ്ഞിട്ട് സുരക്ഷനെ സമീപിച്ചിട്ടുണ്ടാവുള്ളൂ. ഒരു ആമുഖം വേണ്ട. ബാബ സുരേഷ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറെക്കുറെ ആളുകൾക്കൊക്കെ ഒരു ചിത്രം മനസ്സിനകത്തേക്ക് വരും. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഹലോ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. വളരെ സന്തോഷം. ഇന്ന് തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂരടുത്ത് അമ്പലനട താമ്പുരാൻപടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ അവിടെ ഒരു ആൾത്തറയ്ക്ക് ചുറ്റി കെട്ടിയിരിക്കുന്നു, ഒരു വലിയ ചുറ്റി കെട്ടിയിരിക്കുന്നു. അതിന്റെ അടുത്ത് ഒരു സമർപ്പണം എഴുതിയിട്ടുണ്ട്, റെഡ് ബോയ്സ് എന്നുകൊണ്ട് സമർപ്പണം എഴുതിയിരിക്കും. കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഒരു കാണിക്ക വെച്ചിട്ടുണ്ട്, അതിന്റെ ഇടയിലും റെഡ് ബോയ്സ് ഒരു പേര് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളാണ് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യത്തിലെ രാജകുമാരൻ ഇവിടെ സന്ദർശിക്കുകയും ആതിരപ്പള്ളിയിൽ ആരാണെന്ന് പറയുമ്പോൾ ചാൾസ് രാജാവ് സന്ദർശിക്കുക. അപ്പൊ എനിക്ക് നിങ്ങളെ ആതിരപ്പള്ളിയിൽ വെച്ച് അദ്ദേഹത്തിനെ കാണാനും അദ്ദേഹത്തോടൊപ്പം ഒരു അരമണിക്കൂർ 20 മിനിറ്റോളം സമയം ചെലവാക്കാനും കഴിഞ്ഞു. ലോകത്തിൽ ഒരു പാമ്പുകൊടുത്തക്കാർക്ക് കിട്ടാത്തൊരു ഭാഗ്യമാണ് നിങ്ങളുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എനിക്കുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ആ ഒരു അവസരം ലോകത്ത് ഒരു പാമ്പുകൊടുത്തക്കാർക്ക്, ഒരു രാജ്യത്തിന്റെ എന്താ പറയുക രാജാവ് ചാൾസ് രാജാവിനെ കാണാൻ പറ്റിയത് അത് ഏറ്റവും വലിയ പാമ്പ് മേഖലയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പറയുന്നു വെനം എന്നാണ്. വെനം എന്നല്ല അതിന്റെ മലയാളം വിഷം എന്നല്ല. വെനം എന്നല്ല അതിന്റെ മലയാളം ഔഷധമെന്നാണ്. വെനമെന്നതിന്റെ മലയാളം വിഷം. പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. വിഷപ്പാമ്പുകൾ എന്ന് പറഞ്ഞ് പഠിപ്പിക്കരുത്. അത് തെറ്റായ വാർക്കാണ്. പാമ്പിന്റെ തലയിൽ പിടിച്ച് വായി തുറന്ന് അതിന്റെ പല്ലിൽ നിന്ന് വന്ന വെനം കുടിച്ച് എടുത്ത് അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് കുടിച്ച് കാണിച്ചു കൊടുത്ത എനിക്ക് 919 പ്രാവശ്യം അണലി, മൂർഖൻ, ശംഖുവരൻ, അതുപോലെ കാട്ടിൽ കണ്ടുവന്ന മുളയണലി, കുഴിയണലി, അങ്ങനെ എല്ലാ വെനമുള്ള പാമ്പുകളുടെയും വെനം എനിക്ക് കുടിക്കാൻ കഴിയും. നിങ്ങൾക്ക് ആർക്കും കുടിക്കാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വീട്ടിൽ കിണറ്റിൽ പാമ്പ് വിടും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ പാമ്പിനെ കയറ്റിവിട്ട് വെള്ളം ഉപയോഗിക്കാം, ഒരു പ്രശ്നം. പക്ഷെ ഒരു മനുഷ്യനാണ് കിണറ്റി വീണാൽ, കിണറ്റി വീണാൽ നിങ്ങൾ കുറെ പ്രാവശ്യം ഇറക്കേണ്ടി വരും. കാരണം പേടിച്ചാണ് വിടാം. പേടിച്ച് വീഴുമ്പോൾ അവർ 1-2 കാര്യം തന്നെ പോകും. പിന്നെ നിങ്ങൾ 3-4 പ്രാവശ്യം കയ്യെ മാത്രം നിങ്ങൾക്ക് കിണറ്റിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇത് എത്ര മഹനീയമായ ഞങ്ങളുടെ ശ്രമത്തിലെത്തിയ പ്രിയപ്പെട്ട സുരേഷ് ഏട്ടനെ ക്ലബിന്റെ പേരിലും എന്റെ വ്യക്തിമായ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ശരിയാണ്, കുറച്ചുകൂടെ പേടിപ്പിക്കരുത്. പാമ്പ് കഴിച്ചാൽ പേടിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ പറ്റില്ല. ഭയപ്പെടുത്തത്. രണ്ടാമത് പിടിച്ചിരുത്തില്ല. കിടക്കാനോ വളക്കാനോ അനുവദിക്കും. കിടന്നാലും നടന്നാലും സർക്കുലേഷൻ കൂടും. പെട്ടെന്ന് ഹാർട്ട് മരണപ്പെടും. അപ്പൊ അതേപോലെ പിടിച്ചിരുത്തുക. അതിനുശേഷം കയറോ റോപ്പോ ഉപയോഗിച്ച് കെട്ടരുത്. പിച്ചാത്തികളുണ്ടെങ്കിൽ മുറിവുണ്ടാക്കരുത്. ഇപ്പൊ എനിക്ക് കടിയേറ്റത് നിങ്ങളാരും കടിച്ചെടുക്കരുത്. അവിടെ നിങ്ങളുടെ വായി കൊണ്ട് വെനം പഠിച്ചെടുക്കരുത്. അത് ശ്രീദേവിന്റെ ഹിന്ദി സിനിമയിൽ കാണിച്ചിട്ടുള്ളൂ. ആരെയും പാമ്പ് പിടിച്ചപ്പോൾ കടിച്ചു വെച്ചെടുക്കുന്നു. എന്താ സംഭവിക്കുക? നിങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് പല്ലിലേക്കുന്നതാണ്. നിങ്ങളുടെ മോണിലൊക്കെ മുറിവുണ്ടാവും. നിങ്ങൾ രാവിലെ 10 1 മണിക്കുള്ള ആൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ആളുകൾ പാമ്പിനെ കടിക്കും. നിങ്ങൾ ഒന്നേക്ക് കടിച്ച് അവിടെ മറ്റൊരു ബ്ലഡിൽ കൂടി വന്ന വെനത്തിന്റെ അംശം നിങ്ങളെ ഈ മോണയിൽ പിടിക്കും. നിങ്ങൾക്ക് അപ്പോഴും അപകടം ഉണ്ടാവില്ല. കുറെ നാൾ കഴിയുമ്പോൾ അത് അവിടെ നിന്ന് പഴുക്കും. RCCയിലേക്ക് നിങ്ങൾ എത്തിക്കും. ഒരു കാരണത്തിന് മണ്ടത്തരം ചെയ്യരുത്, അപകടമാണ്. അതുപോലെ മാമൻ പറഞ്ഞ പോലെ പിടിച്ചിരുത്തുക. അതിനുശേഷം നിങ്ങൾ അധികമോ തട്ടിക്കുന്ന വസ്ത്രം ഏതാണോ അത് 2 പേരുടെ മുന്നിൽ എത്രയും വീതിക്ക്, ഈ കപ്പിന്റെയൊക്കെ വീതിക്ക് കയറിയെടുക്കുക. നല്ല നീളത്തിൽ കയറി നമ്മുടെ കൈ ആണുങ്ങളുടെ കൈ ഇങ്ങനെ 7 ഇഞ്ചോ 9 ഇഞ്ചോ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്.
പെണ്ണുങ്ങൾക്കാണെങ്കിൽ 4 ഇഞ്ച് വരെ 6 ഇഞ്ച് വരെ അകലമുള്ള ആൾക്കാരുണ്ട്. എവിടെയാണോ കടിയേറ്റ് നമ്മളൊക്കെ അകലെടുക്കുക, ആ അകലത്തിന് മേലേക്ക് വീതിയുള്ള തുണി വെച്ച് ജീവിക്കുന്ന ചുറ്റി കെട്ടുക. കെട്ടുക എന്നാൽ ആ വാക്കിന്റെ അർത്ഥം രക്തോട്ടം തടയുക എന്നല്ല, രക്തോട്ടം കുറയ്ക്കുക എന്നാണ്. രക്തോട്ടം കുറയത്തക്ക രീതിയിൽ കെട്ടുക. വീണ്ടും ഒരു ഘട്ടം തുണിയുടെ പേര് കെട്ടിയതിനെ കുറച്ച് ഉയരത്തിലേക്ക് കെട്ടുക. കടിയേറ്റ ഭാഗം ഒരിക്കലും തലയ്ക്ക് വേണ്ടി ഉയർത്തി വെക്കരുത്, താഴോട്ട് തൂക്കിയിടരുത്. ഹാർട്ടിന്റെ താഴെ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ വെച്ച് അതായത് എടുത്ത് ഇരുത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുക. ഒരു അപകടം ഉണ്ടാവുന്നില്ല. കാലിലാണെങ്കിൽ കെട്ടിയിട്ട് തൂക്കിയിടരുത്. തൂക്കിയിട്ട് നീര് വെക്കും. നീര് വെച്ച് പഴുപ്പ് വരും. പഴുപ്പ് വരയ്ക്കുന്നത് മുറിക്കേണ്ട സാഹചര്യം വരും. നിവർത്തി ഇരുത്തി അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അറിയാലോ. അപ്പോ നമ്മുടെ ഈ നാട്ടിലെ ഗുരുവായൂരില് ഇങ്ങനെ ഒരു ക്ലാസ് ആദ്യമായിട്ടാണോ സാർ ഇല്ല, ഞാൻ എല്ലാ ജില്ലയിലും സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മേഖലയിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഞാൻ സാധാരണഗതിയിൽ ക്ലാസ് എടുക്കുന്നത് എന്തെങ്കിലും വാർഷിക പരിപാടികളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിനെ ആൾ കൂട്ടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. റെഡ് ബോയ്സിന്റെ പരിപാടി ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം മാത്രമായിരുന്നു. ഇതൊരു അവയർനെസ്. അതായത് ഇവിടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ പേടിപ്പിക്കുന്ന രീതിയിൽ കുറേ വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പാമ്പ് കയറി, ഹോസ്പിറ്റലിൽ ചേര കയറിയും പാമ്പ് കയറി എന്ന് പറഞ്ഞ് വാർത്ത വരുന്നുണ്ട്. അതൊക്കെ ഒരു മോശപ്പെട്ട പരിപാടികളാണ്. പിന്നെ സ്കൂളിന്റെ പറമ്പിൽ കൂടെ ഒരു ചേര പോലെ അതിനകത്ത് കയറി എന്ന് പറഞ്ഞ് മുറുകൻ കയറി എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്ന ചില വാർത്തകൾ വരുന്നത്, അതും വളരെ മോശപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവർ ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമത്തിന് എന്നെ വിളിച്ചു. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. ഞാൻ എന്തായാലും ഒരു പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ വിളിച്ചപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് വന്നു. നല്ല രീതിയിൽ നല്ലൊരു കോർഡിനേഷൻ ആയിരുന്നു, നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നത് സാറിനൊക്കെ ഇതിൽ ക്ലബ്ബ് അല്ലെങ്കിൽ റെസിഡൻസ് ഇങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് വാർഷിക പരിപാടിയിൽ വിളിക്കുക, ആൾ കൂട്ടാ പോകാന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ ഒരു അവയർനെസ് മാത്രം നല്ലതായിരുന്നു. എന്തായാലും അടിപൊളി. തൃശ്ശൂർ ജില്ലയിൽ എനിക്ക് തോന്നുന്നത് ഈ അവയർനെസ്സിന് വേണ്ടി മാത്രം എൻ്റെ പ്രോഗ്രാം മാത്രം വെച്ചിട്ടുള്ള ആദ്യത്തെ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഓർമ്മയിൽ. തൃശ്ശൂർ ജില്ല. എന്തായാലും എനിക്ക് ഈ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പാമ്പിനൊന്ന് പരിചയപ്പെടുത്തി. അത് പാമ്പിനെ പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ തന്നെ, ഈ പാമ്പ് നിങ്ങളെ ഇത് തന്നെ ഇരിക്കട്ടെ. ഓക്കെ. ഇത് ഏതാണ് ഇപ്പൊ നമ്മുടെ ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ആളല്ല, കേരളത്തിൽ വന്ന ആളല്ല. കേരളത്തിൽ വന്നുപെട്ട സൗത്ത് ആഫ്രിക്കയിൽ ജന്മം കൊണ്ട് കേരളത്തിലേക്ക് യാത്ര ചെയ്തെത്തിയ ഇപ്പോൾ അവയർനെസ് പാമ്പുകൾ. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. ഇദ്ദേഹം ഏകദേശം 4 ഭാഷകളിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഈ 4 ഭാഷകളിൽ സിനിമകളിൽ അഭിനയിച്ച പാമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എന്തുകൊണ്ട് ഈ പാമ്പിനെ സിനിമയിൽ അഭിനയിപ്പിക്കുന്നുണ്ടോ, കാണിക്കുന്നുണ്ടോ, കൊണ്ടു നടക്കുന്നുണ്ടോ, വീട്ടിൽ വളർത്തുന്നുണ്ടോ, നിയമപ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത് വിദേശത്ത് ജന്മം കൊണ്ട് പെരുമ്പാമ്പിൻ്റെ പട്ടികയിലുള്ള ബോൾ പൈത്തൻ എന്നറിയപ്പെടുന്ന പാമ്പാണ്. ചിലപ്പോൾ ഇതിപ്പോൾ കടിക്കാൻ സാധ്യത. ഇപ്പോൾ ഒരുപാട് സിനിമ നടിമാരൊക്കെ എടുത്ത് അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ തോളിലും കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോ എടുത്ത പാമ്പാണ്. അപ്പോൾ അത്രയായിട്ട് നല്ല ടേംഡായിട്ട് നല്ല ആൾക്കാരുടെ ഇണങ്ങി 7 വയസ്സോളം പ്രായമുള്ള ഒരു അതിഥിയാണ് ഇദ്ദേഹം. ഇത് എന്താ പറയുക, ഉപദ്രവിക്കുന്ന ആളല്ല. എന്നാൽ ഈ ഇതിൽപ്പെട്ട കടിക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ഇണങ്ങിയുകൊണ്ട് ഇത് കടിക്കുന്നില്ല. നല്ല എന്താ പറയുക, നല്ല ആ ഒരു വീട്ടിൽ വളർന്നൊരു പെറ്റായിട്ട് അദ്ദേഹം ഇണങ്ങി ജീവിക്കുന്നത്. കാരണം ഞാനിങ്ങനെ കൈമാറി ആർക്കും കൊടുക്കാറില്ല. ഈ സാധനം പാമ്പെന്ന് പറഞ്ഞ സാധനം നമ്മുടെ ദേഹത്ത് നമ്മുടെ ചൂട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജീവിയല്ല. കാരണം മനുഷ്യൻ്റെ ശരീരം നല്ല ചൂടാണ്, ഇവർക്ക് നല്ല തണുപ്പാണ്. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതിന് ശരീരത്തിൽ ടയർഡായിട്ട് ഇത് മരണപ്പെടും. അപ്പോൾ ഇതുകൊണ്ട് ഇത് ഏകദേശം എനിക്കൊന്ന് അവർ വാങ്ങിയിട്ട് 6 വർഷത്തോളം. അപ്പോൾ അദ്ദേഹം അന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് നല്ല വിലയുണ്ടായിരുന്നു. ഇന്ന് നല്ല ലക്ഷങ്ങൾ വിലയുള്ള ഒരു അതിഥിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മരണപ്പെടുകയോ ഇത് നഷ്ടപ്പെടുകയോ ചെയ്താൽ പിന്നെ ഞാൻ പലിശയ്ക്ക് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് ഞാൻ ആർക്കും കൈമാറാറില്ല. അപ്പോൾ എന്തായാലും ടച്ച് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരുപാട് കുട്ടികളൊക്കെ ടച്ച് ചെയ്ത് നോക്കി. ഇപ്പോൾ തന്നെ ഇദ്ദേഹം നമ്മുടെ വീഡിയോ ചെയ്യുന്ന ചേട്ടൻ തന്നെ അതിനകത്ത് കാര്യത്തിൽ സ്വന്തമായിട്ട് ചുമ്മാ അടുത്തങ്ങ് തോളിയിടുകയാണ്. സാധാരണ ഞാൻ തോളിലിട്ട് കൊടുക്കണത് പുള്ളി. അപ്പോൾ പുള്ളിക്ക് പേടി അറപ്പൊന്നുമില്ല. പുള്ളി നല്ലൊരു പാമ്പ് പിടുത്തക്കാരനായി മാറട്ടെ എന്ന് സർവേച്ചുകൊണ്ട് സന്തോഷം. എന്തായാലും മുജൂസ് വ്ലോഗിന് വേണ്ടി നമ്മുടെ സുരേഷ് ഏട്ടൻ ഞാൻ മനസ്സുകൊണ്ട് വളരെ ആഗ്രഹിച്ചു. ഇങ്ങനൊരു രംഗം ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഞാൻ അകലെന്ന് കണ്ട് വീഡിയോ എടുത്ത് പോകാമെന്ന് ഉദ്ദേശിച്ചാണ് വന്നത്. പക്ഷേ ഇത്രയും വലിയൊരു സമ്മാനം എനിക്ക് നൽകിയ സുരേഷ് ഏട്ടന് സന്തോഷം. ഓക്കെ, എല്ലാവർക്കും